ചേച്ചി 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 ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പൂജമുറിയിൽ എന്തോരം നേരം ഇരുന്നെന്നറിയോ? ചേച്ചിയുടെ ഭഗവാനോട് എത്ര തവണ പിണങ്ങിയെന്നറിയോ? മോളെ കരയല്ല നീ. ഇപ്പൊ ഞാൻ സന്തോഷം കൊണ്ടാ കരയുന്നത്. ഞാൻ ലൊക്കേഷനിൽ ഇരുന്നപ്പോ ഓരോരുത്തർ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? പാറക്കെട്ട കൊടും കാട, താഴേക്ക് പോയ ആരും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നൊക്കെ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. യശോദേ, ഇടയ്ക്കിടയ്ക്ക് മുഖം വീർപ്പിക്കലും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം കാണാതായപ്പോ അവളുടെ വിഷമം കണ്ടോ? മോളെ, ഞാൻ ഇത്രയും സങ്കടപ്പെട്ട ദിവസം ഇല്ലമ്മ. ഇവര് രണ്ടുപേരും തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛാ, ഞാൻ ചേച്ചിയെ കണിമംഗലത്ത് കൊണ്ടുപോയിക്കോട്ടെ. എന്തിനാ അത് വേണ്ടെന്ന് തീരുമാനിച്ച ദേവൻ നിൽക്കുന്നത്? ഇനി നീയായിട്ട് ആ തീരുമാനം തിരുത്തണ്ട. മുത്തശ്ശി, അവിടെ എല്ലാരും ചേച്ചി കാത്തിരിക്കുക. മുത്തശ്ശിക്ക് അറിയാലോ അവിടെ എല്ലാവർക്കും ചേച്ചി എന്തോരം ഇഷ്ടമാന്ന്. മാത്രല്ല, ഇന്നൊരു ദിവസം ചേച്ചി കെട്ടിപ്പിടിച്ച് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം. വരുൺ, അച്ഛനോടൊന്ന് പറ. വേണ്ട വേണ്ട, ഇനി എല്ലാരും അപേക്ഷിക്കൊന്നും വേണ്ട. ഇപ്പൊ നീ കാണിക്കുന്ന സ്നേഹമില്ലേ, ആ ഒരു സ്നേഹത്തിന് വേണ്ടിയല്ലേ എല്ലാ മനുഷ്യരും പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ. കൊണ്ടുപോയിക്കോ. നിനക്ക് തോന്നുന്ന അത്രയും ദിവസം നീ ഇവിടെ കണിമംഗലത്ത് നിർത്തിക്കോ. അല്ല, ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അച്ഛാ. ഇപ്പൊ മോള് ചെല്ല്. എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് മോളിങ്ങ് പോന്നോ. എല്ലാവർക്കും സന്തോഷാവട്ടെ. സമ്മതിക്ക് ചേച്ചി.